പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 ഡിസംബർ മാസം 12-ാം തീയതി വ്യാഴാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും ദൈവകൃപയുടെയും ദിനമായി ഓരോരുത്തരും ആയിരിക്കുന്ന ഇടങ്ങളിൽ സ്വർഗീയ പരിപാലനത്തിന് കീഴിൽ ആയിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആത്മാർത്ഥമായ ആശംസയോടും ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 11-ാം വാക്യം. ജെറമ്യ ചാപ്റ്റർ 30 വേഴ്സ് 11 നാം ഇപ്രകാരം വായിക്കുന്നു: നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് യഹോവയുടെ അരുളപ്പാട്. നിന്നെ ഞാൻ ചിതറിച്ചു കളഞ്ഞ സകല ജാതികളെയും ഞാൻ മുടിച്ചു കളയും, എങ്കിലും നിന്നെ ഞാൻ മുടിച്ചു കളയുകയില്ല. ഞാൻ നിന്നെ ന്യായത്തോടെ ശിക്ഷിക്കും, ശിക്ഷിക്കാതെ വിടുകയില്ലതാനും. സ്വർഗത്തിലെ ദൈവം തൻ്റെ ജനമായ ഇസ്രയേലിനോട് യിരെമ്യാ പ്രവാചകനിൽ കൂടെ അരുളി ചെയ്യുന്ന വാക്കുകളാണ് ഇന്നത്തെ വാഗ്ദത്ത വചനമായി നാം വായിച്ചു കേട്ടത്. 30-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ ദൈവം യിരെമ്യാവിനോട് പറയുകയാണ്, ഞാൻ നിന്നോട് പറയുന്ന വചനങ്ങൾ നീ ഒരു പുസ്തകത്തിൽ എഴുതി വെക്കണം. തുടർന്ന് അനേക കാര്യങ്ങൾ പറയുകയാണ്. നിങ്ങൾ ബാബേലിൽ പ്രവാസത്തിൽ അടിമകളായി കഴിയുന്നു, എന്നാൽ ഞാൻ നിങ്ങളെ മടക്കി വരുത്തും, ഞാൻ നിങ്ങളെ വിടുവിക്കും. നിങ്ങൾ കടന്നുപോയ എല്ലാ അവസ്ഥകളിൽ നിന്നും ഞാൻ നിങ്ങൾക്ക് ഒരു വലിയ വിമോചനം നൽകും. അങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞ് 11-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ഞാൻ നിങ്ങളെ രക്ഷിക്കും. നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ വേദനാജനകവും പരിതാപകരവുമാണ്. അതിൽ നിന്നും ഞാൻ നിങ്ങളെ രക്ഷിക്കും. ഞാൻ നിങ്ങളെ ചിതറിച്ചു കളഞ്ഞ് നിങ്ങൾ ഓരോ ഇടങ്ങളിൽ ഓരോ ജാതികളിൽ ചെന്ന് പെട്ടു, അവരെ എല്ലാം ഞാൻ മുടിച്ചു കളയും. എന്നാൽ അവരുടെ കൂട്ടത്തിൽ നിങ്ങളെ ഞാൻ മുടിച്ചു കളയുകയില്ല, തകർത്ത് കളയുകയില്ല. പക്ഷേ നിങ്ങളെ ഞാൻ ശിക്ഷിക്കാതെ വിടുകയില്ല. ന്യായമായ നിലയിൽ നിങ്ങൾ അർഹിക്കുന്ന ശിക്ഷ ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കും എന്ന് പറഞ്ഞാൽ, സ്വന്തം ജനമായ ദൈവത്തിന്റെ ജനം ദൈവം അനുഗ്രഹങ്ങളും നന്മകളും ഒക്കെ നൽകിയപ്പോൾ അവയെല്ലാം അനുഭവിക്കുകയും ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയും ചെയ്തു. ദൈവത്തിന് ഏറ്റവും വെറുപ്പും ഇഷ്ടമില്ലാത്തതുമായ കാര്യം വിഗ്രഹാരാധന, അന്യ ആരാധന. ഇസ്രയേലിന്റെ ഏക പരിശുദ്ധ ദൈവമായ യഹോവയാം ദൈവത്തെ വിട്ട് അന്യജാതികളുടെ ദൈവത്തെ ആരാധിക്കുന്നതും അവർക്ക് ധൂപം കാട്ടുന്നതും ദൈവത്തിന് വെറുപ്പാണ്. അത് തന്റെ ജനമായ ഇസ്രയേൽ അറിഞ്ഞുകൊണ്ടും അറിയാതെയും ആവർത്തിച്ചു കൊണ്ടേയിരുന്നു. അതുകൊണ്ട് ദൈവം അവരെ തകർത്ത് കളഞ്ഞു, ചിതറിച്ചു കളഞ്ഞു. എന്നാലും ദൈവം പറയുകയാണ്, ഞാൻ നിങ്ങളെ മുടിച്ചു കളയുകയില്ല, ഞാൻ നിങ്ങളെ രക്ഷിക്കും. ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് വാഗ്ദത്തം ചെയ്ത ദേശത്തേക്ക് മടക്കി വരുത്തും. പക്ഷേ നിങ്ങളെ ഞാൻ ന്യായമായി ശിക്ഷിക്കും, ശിക്ഷിക്കാതെ വിടുകയില്ലതാനും. പക്ഷേ രക്ഷ എന്റെ കയ്യിലുണ്ട്. ഈ വ്യാഴാഴ്ച അതിരാവിലെ ഇന്നത്തേക്കുള്ള വാഗ്ദത്ത വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഇസ്രായേൽ ജനത്തോട് ദൈവം യിരെമ്യാവിൽ കൂടെ പറയുന്ന ദൂത് ഈ
പശ്ചാത്തലമനുസരിച്ച് എത്രയോ യോഗ്യമാണ്. ഇതും നമ്മുടെ ഇന്നത്തെ ജീവിതവുമായി ഒന്ന് തട്ടിച്ചു നോക്കിയാൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അതേ ഒരു ചിത്രം തന്നെയാണോ എന്റെ ജീവിതമെന്ന് അവരവർ സ്വയം വിലയിരുത്തുക. ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ദൈവം നന്മ നൽകിയപ്പോൾ, അനുഗ്രഹം നൽകിയപ്പോൾ അനുഗ്രഹത്തെ സ്നേഹിച്ചു, ദാതാവായ ദൈവത്തെ മറന്നു, താൽക്കാലിക കാര്യസാധ്യത്തിന് എവിടെയും ഓടും, എന്തും ചെയ്യും. അവസാനം പ്രതികൂലത്തിലും പ്രതിസന്ധിയിലും ആകുമ്പോൾ പിന്നെയും മടങ്ങി വന്ന് കരഞ്ഞ് നിലവിളിക്കും. സ്വർഗത്തിലെ ദൈവം മഹാദയയും ദീർഘക്ഷമയും ഉള്ളവനാകിയാൽ തമ്പുരാൻ നമ്മളെ മാനിച്ച് 2024 അവസാന ദിനങ്ങളിലേക്കും എത്തിച്ചിരിക്കുന്നു. നമ്മളെ മുടിച്ചു കളയുവാൻ തമ്പുരാന് മനസ്സ് വന്നില്ല. അതെ, തോട്ടക്കാരൻ പറഞ്ഞപ്പോഴും 2024 കൂടെ നിൽക്കട്ടെ, ഫലം കായ്ച്ചെങ്കിലോ, അതെ, ദൈവം മുടിച്ചു കളയാതെ നിർത്തി. പക്ഷേ നമ്മെ ശിക്ഷിക്കാതെ വിടുകയില്ല. കാരണം നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ദൈവത്തിൽ നിന്നും അകന്നു പോയത്, അന്യദൈവത്തെ ആരാധിച്ചത്, നേർച്ച കാഴ്ച ഇട്ടത്. ജീവനുള്ള ദൈവം എന്റെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ, കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കെ, നമ്മളെ കരം പിടിച്ച് നടത്തിക്കൊണ്ടിരിക്കെ, കാര്യസാധ്യത്തിനു വേണ്ടി മിഥ്യാമൂർത്തികളുടെ മുമ്പിൽ, അന്യ ആരാധനയുടെ മുമ്പിൽ ഓടിയെങ്കിൽ നിശ്ചയമായും ഞാനും നിങ്ങളും ശിക്ഷ അനുഭവിച്ചേ മതിയാവുകയുള്ളൂ. അതുകൊണ്ട് ഈ പ്രഭാതം ഇന്നത്തെ വാഗ്ദത്ത വചനത്തിൽ കൂടെ നമുക്കൊരു മടങ്ങി വരവിനുള്ള ആഹ്വാനം നൽകുകയാണ്. നമ്മളെ ശിക്ഷിക്കുമെങ്കിലും പ്രിയമുള്ളവരെ, അത് തകർക്കുവാനല്ല, മുടിക്കുവാനല്ല, ഉന്മൂലനാശം ചെയ്യുവാനുമല്ല, ന്യായമായ അർഹിക്കുന്ന ശിക്ഷ അത് ഏറ്റുവാങ്ങിക്കൊണ്ട് നമുക്ക് മടങ്ങി വരാം. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ മടങ്ങി വരുന്ന ഇളയ മകൻ അപ്പനോട് പറയുന്നു, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോട് പാപം ചെയ്തു, ഇനിയും നിന്റെ മകന് പേരിന് യോഗ്യനല്ല. അവൻ ശിക്ഷ ഏറ്റുവാങ്ങുവാനായി പറയുക, ഇനി മകനായല്ല, നിന്റെ വേലക്കാരിൽ ഒരുവനായി എന്നെ സ്വീകരിച്ചാൽ മതി. അതെ, ആ അപ്പൻ ചെയ്തത് വേലക്കാരനായിട്ടോ അവരിൽ ഒരുവനായിട്ടോ അല്ല, തന്റെ മകൻ മടങ്ങി വന്ന് പരിപൂർണമായി ഉൾക്കൊണ്ട് സ്വീകരിച്ച് അവന് വേണ്ടതെല്ലാം നൽകി ഒരു വലിയ വിരുന്ന് നടത്തി. അതെ, എന്നെയും നിങ്ങളെയും മുടിച്ചു കളയാതെ കരുതുന്ന, സൂക്ഷിക്കുന്ന, അതെ, ഇന്നത്തെ വചനം പറഞ്ഞതുപോലെ രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ജീവിതത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള വേദനകളിൽ കൂടെ കടന്നു പോകുന്നവരാ. എന്നെയും നിങ്ങളെ രക്ഷിച്ച് റീസ്റ്റോർ ചെയ്യുന്ന, റീഇൻസ്റ്റേറ്റ് ചെയ്യുന്ന ഒരു ദൈവം ജീവിക്കുന്നു. എവിടെ തകർന്നുവോ, എവിടെ വീണുവോ, എവിടെ അടി പതറിയോ, നമ്മളെ മടക്കി എത്തിച്ച് ബലത്തോടെ നിർത്തുന്ന ഒരു ദൈവം. വിവിധ വിഷയങ്ങളാൽ വ്യാകുലപ്പെടുന്ന മാതാപിതാക്കളെ, പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ വേദനകൾ നിശ്ചയമായും ഒരു വലിയ കരുനിഴലായി നിങ്ങളെ പിന്തുടരുന്നു. എന്നാൽ സ്വർഗത്തിലെ ദൈവം ഇന്ന് നമുക്ക് ഉറപ്പ് തരികയാണ്, നിങ്ങളെ രക്ഷിക്കുന്ന ദൈവമാണ് ഞാൻ. നിങ്ങളെ ഏതെല്ലാം വിധങ്ങൾ ചിതറിച്ചോ ആ ജാതികളെ ഞാൻ മുടിച്ചു കളയും, എന്നാൽ നിങ്ങളെ മുടിച്ചു കളയുന്ന ദൈവമല്ല. അതുകൊണ്ട് നേരിട്ട വേദനകൾ, പ്രയാസങ്ങൾ, സങ്കടങ്ങൾ തമ്പുരാൻ അറിയാതെയല്ല. നിശ്ചയമായും അതിൽ നിന്നെല്ലാം നമുക്കൊരു വിടുതലുണ്ട്, വിമോചനമുണ്ട്. മക്കളെ ഓർത്ത് ഭാരപ്പെടുന്ന മാതാപിതാക്കളെ,
നിങ്ങളെ വിട്ട് വിദൂരങ്ങളായിരിക്കുന്ന മക്കൾ, പഠിക്കുന്നവർ, ജോലി ചെയ്യുന്നവർ, വിവിധ വിഷയങ്ങളിലായിരിക്കുന്നവർ തമ്പുരാന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. നിങ്ങളുടെ ഔദ്യോഗിക ജോലി സംബന്ധിച്ച് ഭാരപ്പെടുന്നവരെ, നിങ്ങളുടെ സാമ്പത്തിക വിഷയമോർത്ത് വേദനിക്കുന്നവരെ, ചില നിയമപ്രശ്നങ്ങളിൽ കുരുങ്ങി വല്ലാതെ ബുദ്ധിമുട്ടുന്നവർ എന്നെ കേൾക്കുന്നുണ്ടാവാം. ചെക്ക് കേസാവാം, ബാങ്ക് ജപ്തിയാവാം, മറ്റെന്തെങ്കിലും വിഷയങ്ങളാവാം. തമ്പുരാൻ നിങ്ങളെ മാനിക്കട്ടെ. നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? നിങ്ങൾ ഭയപ്പെടുന്ന ചില അവസ്ഥകൾ നിങ്ങൾക്ക് നേരിടുമെന്നുള്ള ആശങ്കയാൽ ഉറക്കം പോലും നഷ്ടപ്പെടുന്നുണ്ടോ? മനോവ്യസനത്താൽ കുടുംബ സമാധാനം നഷ്ടപ്പെടുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ ഇന്നിന്റെ പ്രശ്നം? സ്വർഗത്തിലെ ദൈവം പറയുന്നു, ഞാൻ നിങ്ങളെ രക്ഷിക്കുന്ന ദൈവമാണ്. നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ വാഗ്ദത്തം ചെയ്ത ദേശത്തേക്ക് മടക്കിയെത്തിക്കുന്ന ദൈവമാണ്. ആ ദൈവം ഇന്ന് പകൽ ജീവജലം ശ്രവിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ, മാനിക്കട്ടെ, രക്ഷിക്കട്ടെ, മടക്കി വരുത്തട്ടെ, റീസ്റ്റോർ ചെയ്യട്ടെ. എല്ലാ നന്മകളും ഉയരത്തിൽ നിന്ന് പ്രദാനം ചെയ്യട്ടെ. അതെ, ഇന്നത്തെ വാഗ്ദത്ത വചനത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും, എല്ലാ അർത്ഥങ്ങളും, എല്ലാ വചനത്തിന്റെ വലിയ ശക്തികളും നമ്മിലേക്ക് ഇറങ്ങട്ടെ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾ ചില വിഷയത്തിൽ കൂടെ കടന്നു പോകുന്നെങ്കിൽ ഈ വചനങ്ങൾ ആവർത്തിച്ച് വായിക്കുക, ഉരുവിടുക. ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നും ഇത് വെറും മലയാള പദങ്ങൾ എഴുതി വെച്ചിരിക്കുകയാണല്ലോ എന്ന്. അല്ല, ഇതിനകത്തിൽ നാം അറിയാത്ത ഒരു വലിയ ദൈവശക്തി വ്യാപരിക്കുന്നുണ്ട്. കാരണം ഇത് ജീവന്റെ വചനമാണ്. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമാക്കപ്പെട്ടിരിക്കുന്ന നിത്യമായ വചനമാണ്. ഈ ലോകത്തിൽ കാണുന്ന സകലവും മാറിയാലും മാറാത്ത നിത്യമായ വചനം. ഈ വചനത്തിന് ശക്തിയുണ്ട്. ഈ വചനം ചലിപ്പിക്കുന്ന വചനമാണ്. അത് നിങ്ങളുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തും, പ്രശ്നങ്ങൾക്ക് പുതുവഴി തുറക്കും. അങ്ങനെയെങ്കിൽ ഈ രക്ഷിക്കുന്ന വീരനായ ദൈവം ഇന്ന് നിങ്ങളുടെ മേൽ, നിങ്ങളുടെ വിഷയത്തിന്മേൽ, നിങ്ങളുടെ ആഗ്രഹത്തിന്മേൽ ഇടപെടട്ടെ, പ്രവർത്തിക്കട്ടെ, ജയം നേടട്ടെ. അതെ, ഈ വചനം ഇന്ന് ഒരു വലിയ വിടുതലായി നമ്മുടെ കുടുംബങ്ങളിൽ ഭവിക്കട്ടെ. അതിനായി നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം, പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. നിത്യമായ സ്നേഹത്താൽ ഞങ്ങളെ എല്ലായ്പ്പോഴും സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളെല്ലാ നന്മകളും അനുഗ്രഹങ്ങളും അങ്ങയിൽ നിന്ന് അനുഭവിച്ചിട്ടും അന്യപ്പെട്ടു പോകുന്ന, പിന്മാറുന്ന ഞങ്ങളുടെ സ്വഭാവത്തെ, വീഴ്ചയെ അവിടുന്ന് ക്ഷമിക്കണമേ. അവിടുന്ന് രക്ഷിക്കുന്ന ദൈവമാ. ഞങ്ങളെ ചിതറിച്ചു കളഞ്ഞ നാട്ടിൽ നിന്നും ചേർത്തി കൂട്ടുന്ന ദൈവമാ. ആരെ മുടിച്ചു കളഞ്ഞാലും ഞങ്ങളെ മുടിച്ചു കളയാതെ അനുഗ്രഹിക്കുന്ന ദൈവമാ. ഞങ്ങൾ തെറ്റ് ചെയ്തതിന് ന്യായമായ ശിക്ഷ നൽകിയാലും ഞങ്ങളെ തകർത്ത് കളയുന്ന ദൈവമല്ല, ചേർത്ത് പിടിക്കുന്ന ദൈവമാ. അപ്പാ, ഇന്ന് ഞങ്ങൾ ഞങ്ങളുടെ കുറവുകൾ പരിപൂർണമായി ഏറ്റുപറഞ്ഞ് അടുത്തു വരുന്നു. ഞങ്ങളോട് ക്ഷമിച്ച് ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണം. ഞങ്ങൾ ഇന്ന് കടന്നു പോകുന്ന എല്ലാ അവസ്ഥകളിൽ ഞങ്ങളെ രക്ഷിക്കണം. ദൈവകൃപകൾ കൊണ്ട് ഞങ്ങളെ പൊതിയണം. ഇന്നത്തെ വാഗ്ദത്ത വചനം ശ്രവിച്ച് തങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഇതിന്റെ മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കണം. സ്വർഗീയ കൃപകളാൽ നിറച്ചുകൊള്ളണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നാം വചനത്തിൽ നിന്ന് കേട്ടതുപോലെ നമ്മെ രക്ഷിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ആ ദൈവം നമ്മെ മുടിച്ചു കളയാതെ, നമ്മെ തകർത്ത് കളഞ്ഞ സകല ജാതികളെയും തകർത്ത് തന്റെ മക്കളായി നമ്മെ വിടുവിച്ച് ജയം നൽകുന്ന ഒരു ദൈവം. ആ ദൈവം
ഇന്ന് ജീവജലം ശ്രവിക്കുന്ന നിങ്ങളെല്ലാവരെയും അനുഗ്രഹിച്ച് തന്റെ കൃപയാൽ നിറച്ച് സ്വർഗീയ നന്മകളാൽ പൊതിയട്ടെ. എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഉയരത്തിൽ നിന്ന് ചൊരിഞ്ഞ് ഈ ദിനം സന്തോഷത്തിന്റെയും നന്മയുടെയും അനുഗ്രഹത്തിന്റെയും ദിനമായി തീരട്ടെ. കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ്സസ് ഓൾ.